നമസ്കാരം. മലയാളം TV ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നർത്തകൻ RLV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പരാമർശത്തിൽ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിന്ന് വ്യാപക പ്രതിഷേധം ശക്തമാകുന്നു. ദൃശ്യമാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന രീതിയിൽ ഒരു സംഭവവികാസം നമ്മൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഈ 2024 മാനുഷിക മൂല്യങ്ങളില്ലാത്ത ചില ആളുകൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ ജൂനിയർ സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രതികരണം. അത് കേരളത്തിലുള്ള മുഴുവൻ കറുത്ത വിഭാഗങ്ങളെ അപമാനിക്കുന്ന രീതിയിലാണ് സത്യഭാമ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് സ്വന്തം അഭിപ്രായമാണെന്നും അതിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയും കൂടെ ചെയ്യുമ്പോൾ ഇത് സമൂഹത്തിലേക്ക് പകർത്തി വിടുന്നതാണ്. അപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ ഇതുപോലെ പ്രതികരിക്കാം, അല്ല ഇതുപോലെ സംസാരിച്ചിട്ട് അതൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ, നമുക്കും പറയാമല്ലോ എന്നുള്ള ഒരു ചിന്ത ബാക്കിയുള്ളവരിലേക്കും വരും. ഇതുപോലെ ചിന്തകളുള്ള ആളുകൾ ഇഷ്ടം പോലെ ഈ സമൂഹത്തിൽ ജീവിച്ചിരിപ്പെട്ടുള്ള തെളിവാണ്. അപ്പൊ അവരും കൂടെ ഇതുപോലെ സംസാരിക്കാനുള്ള ഒരു സാധ്യതകൾ ഇനിയും വരുവാണ്. അപ്പൊ അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. ഇത്തരം പ്രതിഷേധങ്ങളെ മുളയിലേ നുള്ളുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം. നമ്മുടെ പ്രതിഷേധത്തിന്റെ ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോ RLV രാമകൃഷ്ണൻ പോലെയുള്ള അതുല്യ കലാകാരന്മാരെ ആക്ഷേപിക്കുന്നതിനോട് മാത്രമല്ല, അതിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിനെ പോലെയുള്ള ഒരാളെ തരം താഴ്ത്തുകയും അതിനുശേഷം അതിൽ ഉറച്ചു നിൽക്കുകയും കറുത്ത ആളുകളെ മുഴുവൻ ഇത്തരത്തിലുള്ള ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കറുത്ത ആളുകളെ മാത്രം അപമാനിച്ചു എന്ന് മാത്രമല്ല, അത് സ്വയം ഞാൻ കലാമണ്ഡലം സത്യഭാമയാണെന്ന് പറയുന്ന രീതിയിലേക്ക് വരിക. അപ്പോൾ കലാമണ്ഡലം സത്യഭാമ എന്നുള്ള യഥാർത്ഥ ഒരു അതുല്യ കലാകാരിയെ കൂടെ ആ പേരിനെ കൂടെ കളങ്കം വരുത്തുന്ന രീതിയിലൊരു അവമാനമാണ് ഇവിടെ സൃഷ്ടിച്ചേക്കുന്നത്. അപ്പൊ അതിനൊക്കെ എതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ജനവിഭാഗങ്ങൾ, ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഇതിനുവേണ്ടി പ്രതികരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ KPMS കടുത്തുരുത്തി യൂണിയൻ സെക്രട്ടറി എന്ന നിലയിൽ നമ്മൾ ആഹ്വാനം ചെയ്ത ഒരു സമരമാണ്, അല്ലെ ഒരു പ്രതിഷേധ സമരമാണ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് കടുത്തുരുത്തിയിൽ നടക്കുന്നത്. അത് കേവലം ഒരു സംഘടന മാത്രമല്ല, മുഴുവൻ ജനവിഭാഗങ്ങളെയും കൂടെ ഒന്നിച്ചുകൊണ്ട് ഇതിനകത്ത് പ്രതികരിക്കാൻ മനസ്സുള്ള എല്ലാ ജനവിഭാഗങ്ങളെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും കൂടെയുള്ള ഒരു ജനകീയ പ്രതിരോധം, ഒരു പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് കടുത്തുരുത്തിയിൽ നടത്തുന്നത്. സമൂഹം എവിടെ എത്തി നിൽക്കുന്നുവെന്ന് തുറന്നു കാണിക്കുന്ന 2 സംഭവങ്ങളാണ് അടുത്തിടെ ഉണ്ടായതെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ പറഞ്ഞു. RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപവും കർണാടക സംഗീതജ്ഞൻ TN കൃഷ്ണയ്ക്ക് സംഗീത കലാനിധി പുരസ്കാരം നൽകുന്നതിനെ എതിർത്ത് രഞ്ജിനി, ഗായത്രി എന്നീ ഗായകമാരുൾപ്പെടെയുള്ളവർ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഇതിന് ഉദാഹരണമാണ്. കലാമണ്ഡലം സത്യഭാമ നടത്തിയ പരാമർശത്തിൽ പ്രതിഷേധവുമായി DYFI. RLV രാമകൃഷ്ണന് DYFI വേദിയൊരുക്കുമെന്നും ഇന്ന് വൈകിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കും. പ്രതിഷേധത്തിൽ മോഹിനിയാട്ടം നടത്തുമെന്നും DYFI അറിയിച്ചു. ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെയാണ് സത്യഭാമ RLV രാമകൃഷ്ണനെ വംശീയമായി അധിക്ഷേപിക്കും വിധം സംസാരിച്ചത്. RLV രാമകൃഷ്ണൻ കാക്കയെ പോലെ കറുത്തയാളാണെന്നും മോഹിനിയാട്ടം കളിക്കേണ്ടത് മോഹിനിമാരാണ്, പുരുഷന്മാരാണ് കളിക്കുന്നതെങ്കിൽ അത്രയും സൗന്ദര്യമുള്ള ആളായിരിക്കണം. ഒരു പുരുഷൻ കാല് കവച്ചു വെച്ച് മോഹിനിയാട്ടം കളിക്കുമെന്നത് അത് അരോചകമാണ്. ഇവനെ കണ്ടാൽ ദൈവമോ പെറ്റ തള്ളയോ പോലും സഹിക്കില്ല എന്നു തുടങ്ങി വംശീയ അധിക്ഷേപമായി കണക്കാക്കാവുന്ന പലതും കലാമണ്ഡലം സത്യഭാമ യൂട്യൂബ് ചാനലിൽ അഭിമുഖത്തിനിടെ സംസാരിച്ചു. കലാമണ്ഡലം സത്യഭാമ ജൂനിയറിന്റെ പരാമർശത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നും കമ്മീഷൻ അംഗം ബീനാകുമാരി നിർദ്ദേശിച്ചു. കലാ സാംസ്കാരിക മേഖലയിൽ വൻ പ്രതിഷേധമാണ് സംഭവം വഴിവെച്ചത്. സത്യഭാമ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് RLV കോളേജിലും പ്രതിഷേധം ശക്തമാവുകയാണ്.